പലപ്പോഴും നമ്മളൊക്കെ കണ്ടുവരാറുണ്ട്. നാട്ടിൽ ഏതെങ്കിലും ചില വ്യക്തികളെങ്കിലും പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായേക്കാം. ധാരാളമായി ആളുകളെ സഹായിക്കുന്ന ആളുകളാകും, ധാരാളമായി നന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ അവന്റെ അഖീദപരമായ വിഷയങ്ങൾ നോക്കിയാലോ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവനല്ല, അതല്ലെങ്കിൽ പ്രവാചകനെ പൂർണ്ണമായും അംഗീകരിക്കുന്നവനല്ല. എങ്കിൽ അവന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് പടച്ച റബ്ബ് അവനിൽ നിന്നും സ്വീകരിക്കുക? ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കാന ഫിൽ ജാഹിലിയത്തി യസിലുർ റഹിം. അദ്ദേഹമാകട്ടെ ഇബ്നു ജുദ്ആൻ അയാളുടെ ജഹാലത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബ ബന്ധം ധാരാളമായി ചേർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വയുത്ഇമുൽ മിസ്കീൻ, ധാരാളമായി സാധുക്കളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം മിസ്കീനുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുടുംബ ബന്ധം ചേർക്കും, മറ്റു തര കർമ്മങ്ങളൊക്കെ ചെയ്യും. ഫഹൽ ദാക നാഫിഉ. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിച്ചു, ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യൻഫഉഹു. അദ്ദേഹത്തിന് അതൊരിക്കലും ഉപകാരപ്പെടില്ല, അദ്ദേഹത്തിന് ഒരിക്കലും ഇത് ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ. ഒരിക്കൽ പോലും അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല, എന്റെ പുനരുത്ഥാന നാളിൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസത്തിൽ എന്റെ കർമ്മങ്ങളെ പടച്ച റബ്ബ് എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ എന്ന് ഒരിക്കൽ പോലും ഇബ്നു ജുദ്ആൻ പറഞ്ഞിട്ടില്ല, അഥവാ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല. വിശ്വാസം സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും വലിയ മഹത്വമായി കൽപ്പിച്ചിരുന്ന കുടുംബ ബന്ധം ചേർത്തിയിട്ട് പോലും അയാളുടെ കർമ്മം സ്വീകരിച്ചില്ല. മിസ്കീനുകൾക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടും അയാളുടെ ഒരു സഹായവും പടച്ച റബ്ബ് സ്വീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഈമാനികമായ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം വളർന്നിട്ടില്ല, അതല്ലെങ്കിൽ മുഅ്മിനായ ഒരു അവസ്ഥയിലേക്ക് അയാൾ കടന്നിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാനില്ലാത്ത കാലത്തോളം ഒരു കർമ്മവും നമ്മിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിക്കുകയില്ല.